നിങ്ങൾക്കറിയാം, പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്, ഇന്ന് രാത്രി എത്തും. ഇപ്പം അതിനെപ്പറ്റിയുള്ള പല വിവരണങ്ങളും ലേഖനങ്ങളും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യൻ എക്സ്പേർട്ടുകളൊക്കെ കാര്യമായിട്ട് പലതും എഴുതാൻ തുടങ്ങി. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, ഈ പുടിനെ കൊണ്ടുവരുന്നത് ഇന്ത്യ ട്രംപിന് നേരിട്ടൊരു അടി കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച്. കാരണം അസീം മുനീറെ, പാകിസ്ഥാൻ ആർമി ചീഫിനെ അവിടെ കൊണ്ടുവരുന്നത്, അമേരിക്ക കൊണ്ടുവരുന്നത് 3 പ്രാവശ്യം കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ പറയിപ്പിക്കുന്നു. ടെൻഷൻ വീണ്ടും എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ട്രംപ് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ, അതായത് എൻ്റെയും നിങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രി മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇന്ത്യ തിരിച്ചൊരു റിട്ടാലിയേഷൻ, തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം, പുടിനെ കൊണ്ട് തിരിച്ചടിക്കുക ഈ ആയുധ വ്യാപാരമൊന്നുമല്ല അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂ. അതായത് പുടിൻ്റെ കൂടെ റഷ്യയിലുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളും അതിൻ്റെ ചെയർമാൻമാരും അതിൻ്റെ ഒഫീഷ്യൽസും വരുന്നുണ്ട്. അതായത് ഈ ഗ്ലോബലായിട്ട് കറൻസിയുടെ കൈമാറ്റം, അതിനൊരു സ്വിഫ്റ്റ് കോഡുണ്ട്. അത് ബേസിക്കലി അമേരിക്കൻ ബാങ്കുകളുടെ അവരാണിത് കൺട്രോൾ ചെയ്യുന്നത്. അത് അമേരിക്കയുടെയാണ് ഈ സാധനം, ഡോളറിനെ ബേസ് ചെയ്ത. അത് മാറ്റിയിട്ട് ഇന്ത്യ ബ്രിക്സ് കറൻസി മൂവ് ചെയ്യുന്നതിൻ്റെ ആദ്യ പടി കൂടിയാണ് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള കരാറുകൾ സ്വിഫ്റ്റ്. അതും കോഡ് മാറ്റിയിട്ട് അതിന് വേറൊരു സംഭവം കൊണ്ടുവരിക, അതായത് ഡോളറിനെ തകർക്കുക. ഇത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം റഷ്യയും സഫർ ചെയ്താണ് ഡോളറുമായിട്ടുള്ള വ്യാപാരം. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും ക്രൂഡ് വിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും, റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്താണെങ്കിലും റഷ്യ ഓൾസോ സഫേർഡ്. ഇപ്പം മനസ്സിലാക്കേണ്ടത്, പ്രധാനമന്ത്രി മോദി, ഇന്ത്യ ഗവൺമെൻറ് രണ്ടും കൽപ്പിച്ചൊരു ഗെയിം കളിക്കുകയാണ്. അതായത് അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മോദിയുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിൽ H1B വിസ വലിയ ഇഷ്യൂ ആയിരുന്നു. അത് തിരിച്ചയാൾ പറഞ്ഞു ഒരു പുല്ലും നടന്നിട്ടില്ല. ഏകദേശം 70% പുതിയ ലോട്ട് വന്നു കഴിഞ്ഞ് പുതിയ ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് കംപ്ലീറ്റ് ദൂരെ കളഞ്ഞു. ഇതൊക്കെ ചുമ്മാ പ്രഹസനം മാത്രമേ ഉള്ളൂ. സംഭവം ഈ പറയുന്ന പോലെ അതിൻ്റെ H1B വിസ അവാർഡൊന്നും വളരെ, അതിൻ്റെ ലോട്ടറി എന്ന് പറയുന്നത് വളരെയധികം കുറച്ചു. 70% കുറച്ചിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അവരുടെ വിസ അതൊക്കെ വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ അമേരിക്കൻ കമ്പനികൾ ഗ്രാജുവലായിട്ട് വിഡ്രോ ചെയ്യുവാണ് ഇൻവെസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ. അപ്പം വളരെ വിസിബിളാണ് ഈ സംഭവം. അതായത് അമേരിക്ക ഡെലിബറേറ്റായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗെയിം കളിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി ട്രംപ് ഇഷ്യൂ ഉണ്ടായ ശേഷം ഞാൻ പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ മോദിയുടെ സ്ഥാനമില്ലാതാക്കി കളഞ്ഞു. അറേബ്യൻ രാജ്യങ്ങളെപ്പോലും, അതായത് പ്രത്യേക ബ്ലോക്കാക്കി മാറ്റി, പാകിസ്ഥാനും ടർക്കിക്കും അനുകൂലമാക്കി മാറ്റി. സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് പുതിയ കരാറിലോട്ട് വരുന്നു. അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു ശത്രുവായിട്ട്, അതായത് എങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേൽ ശത്രുവായത്, അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളെ, അതായത് ഇസ്ലാമിക ന്യൂക്ലിയർ ബോംബിനെ എതിർക്കുന്ന രാജ്യം, ആ രീതിയിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഗെയിം നടക്കുന്നു. ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി പുടിനെ കൊണ്ടുവന്നിട്ട് അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റം, ഡോളറിനെതിരെ ഈ സ്വിഫ്റ്റ് കോഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇത് മാറ്റി അത് ചൈനയുമായിട്ട് ചേർന്നുള്ള ഗെയിമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് പല ജിയോ പൊളിറ്റിക്സിലെ എക്സ്പേർട്ടുകളും പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പേർട്ടുകളും പറയാൻ തുടങ്ങി. ഇതൊരു വല്ലാത്തൊരു ഗെയിമായിരിക്കും. അതായത് നമുക്കറിയാം, ഡീമോണിറ്റൈസേഷൻ, അത് നരേന്ദ്രമോദി എടുത്തിയാടി ചെയ്ത അബദ്ധമാണ്. അതിൻ്റെ പേരിൽ പുറത്തുണ്ടായ എന്താണ് യഥാർത്ഥത്തിലുണ്ടായ ഇന്ത്യൻ എക്കോണമിയെ സ്ഥിരമായി ശക്തമായിട്ട് ബാധിക്കുകയാണ്. ഇതിൻ്റെ യാതൊരു പ്രയോജനവും കിട്ടിയില്ല. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ റിസൾട്ട് ഡൊമസ്റ്റിക്കലി നമ്മൾ ജയിച്ചെങ്കിലും ജിയോ പൊളിറ്റിക്സ്
അതായത് ഗ്ലോബലായിട്ട് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് ഡിസാസ്റ്റർ ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. ഇനി നമ്മൾ ഈ പറയുന്ന ഒരു സംഭവത്തിലേക്ക് അമേരിക്കക്കെതിരെ, അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഈ ഒരു തീരുമാനമെടുത്ത് പുടിനുമായിട്ട് സൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതിന് പെട്ടെന്നായിരിക്കും ഇത് നടക്കുന്നത്. കാരണം ഓരോന്നിനും അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അമേരിക്കയും തിരിച്ചടിക്കും. അവരുടെ ഡോളറിനെ തൊടുകയാണെങ്കിൽ, അതായത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണാം, അതുമായി ബന്ധപ്പെട്ട് അമേരിക്കക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ആ മൂവ്മെൻറ്റ് നടത്തിയ രാജ്യങ്ങൾക്കെതിരെ അന്ന് ട്രംപ് പറഞ്ഞു 50%, 100% ടാരിഫ് എന്ന് പറഞ്ഞ് പിന്നെ അത് വിഡ്രോ ചെയ്തു. പക്ഷേ ഈ പറയുന്ന ബ്രസീലിനെതിരെ ടാരിഫ് ഉണ്ടായി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പം ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യ അമേരിക്ക ടാരിഫ് ഇപ്പോഴൊന്നും സെറ്റിൽ ചെയ്യത്തില്ല. അപ്പം അതിൻ്റെ ഓരോ റിഫ്ലക്ഷനും റിയാക്ഷനും ഇന്ന് പല മീഡിയയിലും വരാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞിടയ്ക്കാണ് ഫ്രഞ്ച് അവിടുത്തെ ഏറ്റവും വലിയ ഈ എൻജിൻ ഉണ്ടാക്കുന്ന എയർക്രാഫ്റ്റ് ഫൈറ്റർ എൻജിൻ ഉണ്ടാക്കിയ സാഫ്രൻ കമ്പനിയുടെ പ്ലാന്റ് അവർ ഹൈദരാബാദിൽ ഇന്ത്യയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇനാഗ്രേഷൻ നടന്ന അത്രേ ഉള്ളൂ. 2025 അത് ഏപ്രിലിൽ ഫ്രഞ്ച് ഗവൺമെൻറ് INS വിക്രാന്തിന് വേണ്ടി 2025 ഏപ്രിലിൽ സൈൻ ചെയ്തതാണ്. 2027 ഒരു 4ഓളം റഫേൽ എയർക്രാഫ്റ്റ്, അതായത് എയർക്രാഫ്റ്റ് കാരിയറിന് വേണ്ടി കോമ്പാക്റ്റ് രീതിയിൽ റീമോഡിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് 2027 തരാമെന്നാണ് പറഞ്ഞിരുന്നത്. മനസ്സിലാക്കുക, ഇപ്പോഴവരുടെ ഇന്ത്യൻ നേവി, അതായത് ഇന്ന് നേവി ഡേ ആണ്, അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു, നേവി ചീഫ് തന്നെ അഡ്മിറ്റ് ചെയ്തു, അത് 2027 2028 2029 വരത്തില്ല, 2030 തരത്തുള്ളൂ. എൻ്റെ കാര്യം എന്താണെന്നറിയോ? അമേരിക്കൻ പ്രശ്നം. അമേരിക്ക ഗെയിം കളിക്കുന്നത് ബേസിക്കലി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് അറിയാവോ എന്ന് അറിയത്തില്ല. കാരണം അമേരിക്കൻ ഗെയിം ശരിക്കും വായിക്കുകയും ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതൊക്കെ രാജ്യത്തിന് ഏതൊക്കെ വൃത്തികെട്ട ഗെയിം കളിച്ച് നശിപ്പിച്ച് കളയും. ഇതിനെ ഓവർകം ചെയ്യാൻ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നത്തെ നരേന്ദ്രമോദി ഗുജറാത്തിക്ക് കഴിയുകയാണെങ്കിൽ ഇന്ത്യ രക്ഷപ്പെട്ടു. പക്ഷേ അതിന് കഴിഞ്ഞില്ല എങ്കിൽ, അതായത് രണ്ടും വെച്ചുള്ള കളിയാണ് ഈ ഗെയിം കളിക്കുന്നത്. അതായത് അമേരിക്കൻ കറൻസിയെ തൊട്ടാൽ, ഡോളറിനെ തൊട്ടാൽ, അത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം വെറുതെ ഇരിക്കത്തില്ല. എല്ലാ രീതിയിലും തകർക്കാൻ ശ്രമിക്കും, എല്ലാ രീതിയിലും. ഈ പറയുന്ന റഷ്യക്കെതിരെയുള്ള സാങ്ഷൻ്റെ പേരിലാണ് അവർ ഒരു നിവൃത്തി കെട്ടിട്ടാണ് അവരുടെ റിസർവ് ഗോൾഡ് കൊണ്ട് പണയം വെക്കാനും വിൽക്കാനും തയ്യാറായിരിക്കും. ആ രാജ്യത്തെ ആ രീതിയിലാക്കി കൊടുത്തു. 3 വർഷം വാർ ചെയ്ത് മറ്റുള്ള സാങ്ഷനും പരിപാടിയൊക്കെ ചെയ്ത് റഷ്യ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ പവറായിട്ടുള്ള രാജ്യത്തിന് പറ്റിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അമേരിക്കയുടെ കൂടെ അലയൻസ് പാർട്ട്നേഴ്സ്, അങ്ങനെയാണ് ആ രാജ്യം എല്ലാ രാജ്യത്തോടും പെരുമാറുന്നത്. ഞാനത് ക്രിട്ടിക്കലായിട്ടാണ് ഈ സംഭവം പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് ഡോളറുമായി ബന്ധപ്പെട്ടും മറ്റ് ജിയോ പൊളിറ്റിക്സിലും അമേരിക്കക്കെതിരെ ഇതേപോലെയുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ടങ്ങ് പറയാം, അമേരിക്ക ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് സദാം ഹുസൈനെ ഇറാഖിനെ നശിപ്പിച്ചത്? സദാം ഹുസൈൻ പറഞ്ഞു ഇനി ഡോളറിൽ അയാൾ എണ്ണ വ്യാപാരം ചെയ്യത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ വാറും ഉണ്ടാകുന്നത്. അയാളെ നശിപ്പിച്ച്, ആ രാജ്യത്തെ നശിപ്പിച്ചു, അവസാനം അയാളെ തൂക്കിക്കൊന്നു. അവരുടെ രീതി അതാ. എങ്ങനെയാണ് ഗദാഫി? നിങ്ങൾ ഓരോ വേൾഡ് ലീഡേഴ്സിനെ എടുത്ത് നോക്കണം. ബ്ലണ്ടർ കാണിച്ചാൽ എല്ലാവരും അവസാനം പെട്ടുപോയിട്ടുണ്ട്. കാരണം അവരങ്ങനെയാണ് ആ രാജ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ ഗ്ലോബൽ പോലീസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യും. അതിനവർ ലോകത്താരെയും കൂട്ടുപിടിക്കും. ഈ പറഞ്ഞ പാകിസ്ഥാനെയും കൂട്ടുപിടിക്കും, ചൈനയും കൂട്ടുപിടിക്കും, ബംഗ്ലാദേശിനെയും കൂട്ടുപിടിക്കും, ടർക്കിയെയും കൂട്ടുപിടിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു, ഞാനിത് പറയുന്നത് ഇതൊന്നും ഉണ്ടാകണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ കൂടായികയുമില്ല. കാരണം അവനെതിരെ കളിച്ചു കഴിഞ്ഞാൽ അവൻ പല രീതിയിലും ചെയ്തു കളയും.
അതേപോലെ തന്നെ അമേരിക്കൻ ടാരിഫും പ്യൂണിറ്റീവ് ടാരിഫുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടാരിഫ് ഇന്ത്യക്കെതിരെയാണ് അമേരിക്ക അടിച്ച കൈ തന്നത്. മനസ്സിലാക്കുക, ഈ സംഭവം പെട്ടെന്നൊന്നും സെറ്റിൽ ആയിട്ടില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റോ ഇന്ത്യൻ എക്കോണമി താപ്പോട്ട് പോകുന്നു. ഇന്ത്യയിലെ പല കമ്പനികളും സീറോ ടാരിഫുള്ള പല രാജ്യങ്ങളിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ സത്യം തന്നെയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ടാമതൊരു കാര്യമുണ്ട്, പല IT കമ്പനികൾക്കും അവർക്ക് ഓഫ് ഷോർ, അതായത് ഇന്ത്യക്കും അമേരിക്കയും ഇടയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ വിയറ്റ്നാം, തായ്വാൻ, ഹോങ്കോങ്, ഈ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ ബന്ധം നല്ലത്. ഇവിടൊക്കെ ഈ പറയുന്ന കമ്പനികൾ വരുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ചൈനയും തയ്യാറാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പണം കൊടുക്കാൻ. കാരണം ഇന്ത്യ എന്നൊക്കെ മാറിക്കൊടുത്താൽ മതി. ചൈനയ്ക്ക് ഒറ്റൊരു ഡിമാൻഡേ ഉള്ളൂ, ഈ പറയുന്ന കമ്പനികളൊന്നും ഇന്ത്യയിൽ പോകരുത്. കാരണം മറ്റുള്ള രാജ്യം തായ്വാനും വിയറ്റ്നാമിലും ഹോങ്കോങ്ങിലും കംബോഡിയയിലൊക്കെ ആണെങ്കിൽ ചൈനയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ചൈനയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ പല രീതിയിലാണ് ഇത് പോകുന്നത്. പല IT കമ്പനികളും ദുബായിലും മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും അതും വളരെ ഫ്ലെക്സിബിൾ ആക്കുകയാണ്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കാരണം അവരെല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സബ്സിഡിയും സ്ഥലവും ഈ പറഞ്ഞ വേതനത്തിൻ്റെ കാര്യത്തിൽ എല്ലാം അവർ സ്പെൻഡ് ചെയ്യും. കാരണം ആ രാജ്യം ഡെവലപ്പ് ചെയ്യുകയാണല്ലോ. ഇത്രയും പ്രൊഫഷണൽസ് അങ്ങോട്ട് പോകണം. അമേരിക്കയിൽ ഈ പറയുന്ന ആൾക്കാരുടെ വരുന്ന ബുദ്ധിമുട്ടുമില്ല. അപ്പം മനസ്സിലാക്കേണ്ടത്, ട്രംപ് എന്ന് പറഞ്ഞ ആൾ ഒടുക്കലത്തെ കളി കളിക്കും. അങ്ങനെ അമേരിക്ക കളിക്കും, അമേരിക്കൻ സ്പൈ ഏജൻസി കളിക്കും. ഇന്ത്യയിലും ഒരു പ്രശ്നമുണ്ടാക്കും. ഇതൊന്നും കണ്ണുടച്ച് ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. വിശ്വസിച്ചവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലും പ്രശ്നമുണ്ടാക്കും. ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്പ്യൂട്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്, ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ട്, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ നേപ്പാളിനെ വരെ ഉപയോഗിക്കും. അൾട്ടിമേറ്റ്ലി ഭൂട്ടാനെ ഉപയോഗിക്കും, ശ്രീലങ്ക ഉപയോഗിക്കും, മോൾഡീവ്സിനെ ഉപയോഗിക്കും. ഈ ഗെയിം ഒക്കെ പ്രതീക്ഷിച്ചോണം. കാരണം ഇതിനെയൊക്കെ തരണം ചെയ്ത് വേണം പിന്നെ ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ. അതായത് ഡൊമസ്റ്റിക്കിൽ ഇഷ്യൂ കൂടുതൽ വരുമ്പോൾ, സ്വന്തം കുടുംബത്തിൽ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ആ ഒരു വീടിൻ്റെ തലവിന് പിന്നെ പുറത്തെ ഇഷ്യൂസ് ഒന്നും പിന്നെ അത് കേൾക്കാനോ നോക്കാനോ ഇതില്ലാതാകും. അതേപോലെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് പല രാജ്യത്തും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. കാരണം അവനെ തൊട്ടാൽ അവൻ തിരിച്ച് അടിക്കുന്ന രീതി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതേ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവരുമായിട്ട് ലോഹ്യത്തിലും പോകേണ്ട. വലിയ സ്നേഹമാണെങ്കിലും ലോഹ്യമാണെങ്കിലും ഒരു ക്രമം വരെ. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്, ഞാൻ വീണ്ടും പറയാം, ഇപ്പോഴീ കളിക്കുന്ന ഗെയിം കൈവിട്ടു പോകുന്ന ഗെയിമാണെങ്കിൽ, അതായത് അമേരിക്കൻ ഡോളറിനെതിരെ കളിക്കുന്ന ഗെയിം കൈവിട്ടു പോകുന്ന ഗെയിമാണെങ്കിൽ അത് ഇന്ത്യയുടെ ദുരന്തത്തിലോട്ടൊക്കെ പോകും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. മനസ്സിലാക്കേണ്ടത്, ഒരു ഡോളറുമായിട്ട് ഇന്ത്യൻ കറൻസി ഏകദേശം 90.32 INR ഇന്ത്യൻ റുപ്പിയിലോട്ട് വന്നു. നമ്മൾ നോക്കുക, ചെറിയ രാജ്യമായ ബംഗ്ലാദേശിന് 122 രൂപയേ ഉള്ളൂ. അതീ പറയുന്ന പോലെ താപ്പോട്ട് പോകുന്നുമില്ല. ഇന്ത്യൻ കറൻസിയാണ് താഴോട്ട് പോകുന്നത്. അതായത് ഗ്ലോബലായിട്ട് ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമി ഇത്രമേ ഉള്ളൂ, നമ്മൾ 4ാമത്തെ പവർ എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുമായിട്ട് അടുത്തുള്ള ബോർഡർ ഡിസ്പ്യൂട്ടും ബോർഡർ ഇഷ്യൂസും പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇഷ്യൂ ഒരു ഭാഗത്തും, ഇതേപോലെയുള്ള ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ മനസ്സിലാക്കുക, ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഇത്രയും ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതും മനസ്സിലാക്കണം. ഇത്രയും ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നുണ്ട്. UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഖറ്റാർ ആണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും. അതേപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുകയുള്ളൂ, ഇൻക്ലൂഡിങ് ഇസ്രായേൽ. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അമേരിക്കയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് ഹാർഡ്വെയറൊക്കെ തരുന്ന രാജ്യങ്ങളാണ്. അവർ തന്നെ ഈ പ്രോസസ്സ് മുഴുവനും ഡിലേ ചെയ്ത് കയ്യിൽ കൊടുക്കും. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ, ചിലപ്പോൾ റഷ്യയും വെപ്പൺസ് കൊടുക്കും, ചൈനീസ് വെപ്പൺ ഇന്ത്യ മേടിക്കത്തില്ലായിരിക്കും. ഇന്ത്യക്ക്
മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വെപ്പൺ എന്ന് പറഞ്ഞ സാധനം പോലും കിട്ടാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റിക്കളയും. അങ്ങനെ ദ്രോഹം ചെയ്ത് കളയും. ഇതൊക്കെ പ്രതീക്ഷിച്ചോണം. ഞാൻ ഈ പല കിസിഞ്ചറിൻ്റെ ആണെങ്കിലും റോബർട്ട് ഗേറ്റ്സിൻ്റെ ഒക്കെ പല ബുക്സുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് എങ്ങനെ ഒരു രാജ്യത്തെ സ്ക്യൂസ് ചെയ്യണം. അവർ എല്ലാ മോഡും എല്ലാ രീതിയിലുള്ള മോഡസ് ഓപ്പറൻഡി അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ നമ്പർ ഓഫ് ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ അത്രയും ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ, ഓപ്പറേഷൻ സിന്ദൂർ പോലെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ, ബ്ലൈൻഡായിട്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മളെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളതിനെ ഓവർകം ചെയ്ത് സർവൈവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ അത് രക്ഷപ്പെടാൻ വേണ്ടി ചൈനയോ മറ്റുള്ള രാജ്യങ്ങളോ നമ്മുടെ കൂടെ നിൽക്കില്ല. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ചൈന പോലും അവസാനം സറണ്ടർ ചെയ്ത് അമേരിക്കയുടെ മുമ്പിൽ. റഷ്യ എന്താ തകർന്നു പോയത്? സാമ്പത്തികമായിട്ട് തകർന്നു. കാരണം ഇവിടെ ഒരാരും ഓയിൽ മേടിപ്പിക്കാതായി. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയണം. അതിനെ സാങ്ഷനും അതും ഇതെല്ലാം കൊടുത്ത് നാശമാക്കി കൈ കൊടുത്തു. അതേപോലെ ഇത് വാറ് സെറ്റിലായില്ല എങ്കിൽ റഷ്യയുടെ സ്ഥിതി അതിനേക്കാളും കഷ്ടമായിട്ടൊക്കെ പോകും. അതുപോലെ പോകണോ അതോ നമ്മൾ ഉയർച്ചയിലോട്ട് പോകണം? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസും ആൻസറും. അതായത് അമേരിക്കയെ വെറുപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി ജയിക്കുവാണെങ്കിൽ ജയിച്ചു. പക്ഷേ ജയിക്കാനുള്ള സാധ്യത 1% പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഏതൊക്കെ രീതിയിൽ കണക്ക് കൂട്ടിയാലും. കാരണം നമ്മുടെ ശത്രു ചൈന, നമ്മുടെ സുഹൃത്തൊന്നൊരു ശത്രു തന്നെയാണ്. റഷ്യ നമ്മളെ കൂടുതൽ സഹായിക്കാൻ വരുമ്പോൾ റഷ്യ പല രീതിയിൽ ഗ്ലോബലായിട്ട് ഇവരെ പലയിടത്തും കൊണ്ട് ഐസൊലേറ്റ് ചെയ്ത് കളയും. 2027 യൂറോപ്യൻ രാജ്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റഷ്യൻ ഗ്യാസ് വാങ്ങത്തില്ല. അത് വാങ്ങത്തില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം പിടികിട്ടണം, പിന്നെ ഇത് ആര് വാങ്ങും? ഇന്ത്യ മാത്രം വാങ്ങിയാൽ ഈ ഗ്യാസും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചൈന എന്ന് പറയുന്നവരുടെ പഴയ ആ രീതി ചൈന വാങ്ങുമായിരിക്കും. പക്ഷേ റഷ്യയും തന്നെ ഗ്രാജുവലായിട്ട് ഇവർ തീർത്ത് കളയും. കാരണം ചൈനയ്ക്ക് 2ാം സ്ഥാനത്തോട്ട് വരണം. ഏതായാലും മിലിറ്ററി പവറുള്ള രാജ്യത്തിനാണ്, അവരുടെ കറൻസിയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കറൻസി. അതുകൊണ്ടാണ് അമേരിക്കൻ ഡോളറിന് ഏറ്റവും സ്വാധീനം. കാരണം ട്രാൻസ്പെറൻ്റ് ആണ്, ഗ്ലോബലായിട്ട് ട്രസ്റ്റഡ് ആണ്. ബ്രിക്സ് ആണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും വന്ന് ഇതിൻ്റെ ഒരു കാര്യം, ലോകത്തിന് ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, വിശ്വാസം. അതില്ലാത്തൊരു രാജ്യമാണ് ഈ രാജ്യങ്ങളൊക്കെ. ജനാധിപത്യം മാറ്റർ ചെയ്യും. ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഗെയിമുകൾ അറിയാം. അതിനെ പ്രതി അതുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ലീഡേഴ്സ് ആണെങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതെല്ലാം മാറ്റർ ചെയ്യും. ചിലപ്പോൾ നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറയുന്ന പോലല്ല. ചിലപ്പോൾ നല്ലതിന് തുടക്കമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് പോസിറ്റീവായിട്ട് പോയി ഒരു ഗുണകരമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അതിനെ എങ്ങനെ ഇന്ത്യ ഓവർകം ചെയ്യും, അതിനെ ബേസ് ചെയ്തായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.